അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ ഹർത്താൽ ഭാഗികം. ചിലയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. അടൂരിൽ KSRTC ബസ്സുകൾ തടഞ്ഞവരെ പോലീസ് നീക്കം ചെയ്തു. കുണ്ടറയിലും ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച സംസ്ഥാനത്ത് വിവിധ ദളിത് സംഘടനകളുടെയും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികമാണ്. മിക്കയിടത്തും ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു. അടൂരിൽ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലായി പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. സമരാനുകൂലികൾ കുണ്ടറ മുളവനയിൽ വാഹനങ്ങൾ തടഞ്ഞു. തുടർന്ന് നഗരത്തിൽ പ്രകടനവും നടത്തി. ചവറയിൽ ഹർത്താൽ ഭാഗികമായിരുന്നു. KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി. സ്വകാര്യ വാഹനങ്ങളും നിരത്തിലുണ്ടായിരുന്നു. മിക്ക വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും കടകൾ ബലം പ്രയോഗിച്ച് അടപ്പിക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ ഇത് നേരിയ സംഘർഷത്തിനും കാരണമായി. ആലപ്പുഴയിൽ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയെ ഹർത്താൽ അനുകൂലികൾ ആക്രമിച്ചതായി പരാതി ഉയർന്നു. ഇതിൽ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. രോഹിത് വെമുല നിയമം നടപ്പാക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളും ചേർന്നാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്.